ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് ഈന്തപ്പഴവും ഉണക്കമുന്തിരിങ്ങയും വെച്ചിട്ട് നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. നമുക്ക് ആദ്യം ഒരു വലിയ ചെറുനാരങ്ങയുടെ സൈസിൽ പുളി എടുക്കാം. അതായത് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന പുളി. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് വിനാഗിരിയാണ് അച്ചാറിൽ ചേർക്കേണ്ടതെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇതിന് പകരം പുളി ഒഴിക്കുന്ന ടൈമിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, അതായത് എള്ളെണ്ണ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ലെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞ് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 10-12 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി കേട്ടോ. ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ അച്ചാറിന് കയ്പ്പുരസം വരും. അതുകൊണ്ടാണ് വെളുത്തുള്ളി കരിയാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉലുവ പൊടിയും 2 നുള്ള് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഈ മസാല കരിയാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം നമുക്കൊന്നുകൂടി ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് ഞെരടി മിക്സ് ചെയ്തിട്ട് ഒരു അരിപ്പയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് ഇതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ അരിപ്പയിൽ വന്നോളൂ കേട്ടോ. ഇപ്പം നിങ്ങൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് 1/4 കപ്പ് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാറാകുമ്പോൾ ഉപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് ബ്ലാക്ക് റൈസിൻസ്, അതായത് നമ്മുടെ ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 200 ഗ്രാമോളം ഈന്തപ്പഴവും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഡേറ്റ്സ് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ട് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പം നമ്മളൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഈ ഡേറ്റ്സ് എല്ലാം അങ്ങ് അലിഞ്ഞു പൊയ്ക്കോളും കേട്ടോ. ഈ വലിയ പീസായിട്ട് കിടക്കില്ല. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഡേറ്റ്സ് ഒക്കെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ഡേറ്റ്സ് ചേർത്തിട്ട് മധുരം ഉണ്ടല്ലോ, ഇനി എന്തിനാ മധുരം ചേർക്കേണ്ടതെന്ന് വിചാരിക്കേണ്ട. ഈ ഒരു ശർക്കര ചേർക്കുമ്പോഴാണ് ഈ അച്ചാറിന് ഒരു നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുറേ ഗ്രേവി ആയല്ലോ, കുറേ വെള്ളം പോലെ കിടക്കുന്നുള്ളതെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് തിക്കായിക്കൊള്ളും കേട്ടോ. നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഈ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് വേഗം തിക്കായി കിട്ടും. ഈ അച്ചാറുണ്ടല്ലോ, ബിരിയാണി, ഗീ റൈസ്, പുലാവ്, ഈവൻ ചപ്പാത്തിയുടെയും ദോശയുടെയും കൂടെ വരെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ അച്ചാർ മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമായിട്ട് വേണമെങ്കിലും കഴിക്കാം നമുക്ക്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ അച്ചാറിന്.
ഇതാ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാറൊക്കെ നന്നായിട്ട് കുറുകി അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി നമ്മുടെ ഡേറ്റ്സൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണ്. ഇപ്പം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസമോ അല്ലെങ്കിൽ അന്ന് തന്നെ രാവിലെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാൻ ടൈം ആകുമ്പോഴേക്കും അച്ചാർ കഴിക്കാൻ നന്നായിട്ട് തണുത്തിരിക്കും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഈ അച്ചാർ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ജാറിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി അച്ചാർ റെഡി.